നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പാകിസ്ഥാൻ ക്യാപ്റ്റനായിരുന്ന ഇമ്രാൻ ഖാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജയിലിലാണല്ലോ. അവിടുത്തെ പ്രൈം മിനിസ്റ്ററൊക്കെ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വല്ലാതെ ഡിറ്റീരിയേറ്റിംഗ് ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നൊരാശങ്ക അദ്ദേഹത്തിൻ്റെ ഫാമിലി പലവട്ടം പങ്കുവെച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ക്രിക്കറ്റിംഗ് വേൾഡ് അദ്ദേഹത്തിനായിട്ട് വളരെ ശക്തമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കളിച്ചിരുന്നവരുമൊക്കെ ആയിട്ടുള്ള 14 ക്യാപ്റ്റന്മാർ, അവരവരുടെ രാജ്യങ്ങളെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നയിച്ചിട്ടുള്ള 14 ക്യാപ്റ്റന്മാർ ഒരുമിച്ച് ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നു പാകിസ്ഥാൻ ഗവൺമെൻറ്റിന്. ഇത് അവർ പ്രധാനപ്പെട്ട മീഡിയാസിനൊക്കെ അയച്ചു കൊടുത്തു, ക്രിക്ബസ് അടക്കമുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോൾ ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നായകന്മാരായിരുന്ന കപിൽ ദേവും അതുപോലെ തന്നെ ഗാവസ്കറും ഒക്കെ ഈ ഒരു കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രെഗ് ചാപ്പൽ ഇപ്പോൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നായകന്മാരായിരുന്നവർ, മൈക്കൽ അതേർട്ടൺ ഇംഗ്ലണ്ടിൻ്റെ മുൻ നായകൻ, അലൻ ബോർഡർ ഓസ്ട്രേലിയയുടെ മുൻ നായകൻ, മൈക്കിൾ ബ്രയർലി ഇംഗ്ലണ്ടിൻ്റെ മുൻ നായകൻ, പിന്നെ യാൻ ചാപ്പൽ, അതുപോലെ ബെലിൻഡ ക്ലർക്ക്, ഡേവിഡ് ഗവർ, കിം ഹ്യൂസ്, നാസർ ഹുസൈന്, സർ ക്ലൈവ് ലോയിഡ്, സ്റ്റീവ് വോ, ജോൺ റൈറ്റ്, ഇങ്ങനെയുള്ളവരൊക്കെ സൈൻ ചെയ്ത് ഈ ഒരു കത്ത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് അയച്ചിരിക്കുകയാണ്. വലിയ രൂപത്തിൽ ഇന്ന് ക്രിക്കറ്റിംഗ് വേൾഡിൽ ഇത് ചർച്ചയാണ്. അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ കൃത്യമായിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്, അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വി റെസ്പെക്ട്ഫുള്ളി ഏർജ് ദി ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ ടു എൻഷുർ ദി ഇമ്രാൻ ഖാൻ റിസീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇമ്രാൻഖാന് ലഭിക്കണം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ അറ്റൻഷൻ ഫ്രം ക്വാളിഫൈഡ് സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളെ നിയമിക്കണം. അദ്ദേഹത്തിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കണം. മനുഷ്യത്വപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അദ്ദേഹം ഇപ്പോൾ ഡീറ്റൻഷനിലാണ്. പക്ഷേ അതിന് ആ തടവിൽ പോലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻക്ലൂഡിങ് റെഗുലർ വിസിറ്റ്സ് ബൈ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അടുത്ത ആളുകൾ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വന്നുകൊണ്ടിരുന്നൊരു വാർത്ത. അതാണ് കുടുംബത്തിന് അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ക്യാപ്റ്റന്മാർ അത് എടുത്തു പറയുന്നത്. ഒപ്പം തന്നെ ക്യാപ്റ്റന്മാർ പറയുന്നുണ്ട്, ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആക്സസ് ടു ലീഗൽ പ്രോസസ് വിത്തൗട്ട് അൺഡ്യൂ ഡിലേ ഓർ ഹിൻഡ്രൻസ്. ഒരു തടസ്സവുമില്ലാതെ കൃത്യമായിട്ട് ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ആക്സസ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട് ആ ഒരു പ്രോസസ്സിൽ എന്നുകൂടി ക്യാപ്റ്റന്മാർ ആവശ്യപ്പെടുന്നു. വിശദമായിട്ട് തന്നെ ക്യാപ്റ്റന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നു, റീസെൻറ്റ് റിപ്പോർട്ട്സ് അദ്ദേഹത്തിൻ്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് വലിയ കൺസേൺ ഞങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിഷൻ കസ്റ്റഡിയിൽ വെച്ച് വല്ലാതെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ചില റിപ്പോർട്ടുകൾ അതാണ്, ഒരു കണ്ണിന് 15% കാഴ്ചയുള്ളൂ എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. അതാണ് അവരെടുത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച വല്ലാതെ ഈ ഒരു കസ്റ്റഡിയിൽ വെച്ച് കുറയുന്നു എന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇംപ്രിസൺമെൻറ്റിൽ ഇപ്പോൾ 2.5 കൊല്ലക്കാലമായിട്ട് ഒരുപാട് കൺസേൺസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സഹ ക്രിക്കറ്ററാണ് അദ്ദേഹം. വളരെ കൃത്യമായിട്ട് ഫെയർ പ്ലേ വാല്യൂസ് അറിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. വളരെ ഹോണറോടുകൂടി റെസ്പെക്റ്റോടുകൂടി ബൗണ്ടറി വരകൾക്കപ്പുറം ഞങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആളാണ്. വി ബിലീവ് ദാറ്റ് എ പേഴ്സൺ ഓഫ് ഇമ്രാൻ ഖാൻ സ്റ്റേച്ചർ deserves to be treated with dignity and basic human consideration befitting former national leader and global sporting icon. അതാണ് ക്യാപ്റ്റന്മാർ ഊന്നി പറയുന്ന കാര്യം. ഇമ്രാൻ ഖാൻ്റെ ആ ഒരു നിലവാരമുള്ള ഒരാൾക്ക് അയാൾ തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്യുന്നുണ്ട്. വളരെ ഡിഗ്നിറ്റിയോടുകൂടിയും അതുപോലെ തന്നെ മനുഷ്യത്വപരമായിട്ടുള്ള കൺസിഡറേഷനോടുകൂടിയും എല്ലാ ട്രീറ്റ്മെൻറ്റും അയാൾ അർഹിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഫോമർ നാഷണൽ ലീഡറാണ്. മാത്രമല്ല ക്രിക്കറ്റിലാണെങ്കിൽ അദ്ദേഹം ഒരു ഗ്ലോബൽ സ്പോർട്ടിംഗ് ഐക്കണാണ്. എന്നിട്ട് വീണ്ടും ഒരു വിശദമായിട്ട് പറയുകയാണ് ആ കത്തിൽ. ഇപ്പം ഇമ്രാൻഖാൻ്റെ കോൺട്രിബ്യൂഷൻ ലോകത്തെല്ലായിടത്തും വല്ലാത്ത രൂപത്തിൽ പുകഴ്ത്തപ്പെട്ടിട്ടുള്ളതാണ്, അഡ്മയർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം പാകിസ്ഥാൻ 1992 വേൾഡ് കപ്പിൽ ചരിത്രപരമായ വിജയത്തിലേക്ക് കൊണ്ടുപോയി. എ ട്രിംപ് ബിൽട്ട് ഓൺ സ്കിൽസ്
റെസിലിയൻസ്, ലീഡർഷിപ്പ് ആൻഡ് സ്പോർട്സ്മാൻഷിപ്പ് അത് ഒരുപാട് തലമുറകളെ അക്രോസ് ബോർഡറുകൾക്കപ്പുറം, അതിർത്തികൾക്കപ്പുറം ഇൻസ്പയർ ചെയ്യപ്പെടുകയുണ്ടായി. ഞങ്ങളിൽ പലരും, ക്യാപ്റ്റന്മാർ പറയുകയാണ്, ഞങ്ങളിൽ പലരും അദ്ദേഹത്തോടൊപ്പം കോമ്പീറ്റ് ചെയ്തിട്ടുള്ളവരാണ്, അദ്ദേഹത്തോടൊപ്പം ഫീൽഡ് ഷെയർ ചെയ്തിട്ടുള്ളവരാണ്, അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് ബ്രില്യൻസിൽ ഞങ്ങൾ ഐഡലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ കാരിസ്മ, അദ്ദേഹത്തിൻ്റെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എല്ലാം വളരെ മികച്ചതായിരുന്നു. തീർച്ചയായിട്ടും ക്രിക്കറ്റ് ലോകം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട, ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുള്ള എക്കാലത്തെയും ഫൈനസ്റ്റ് ഓൾറൗണ്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. ഒരുപാട് പ്ലെയേഴ്സിൽ നിന്ന് റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരാളാണ്. പ്ലെയേഴ്സിൽ നിന്നും, ആരാധകരിൽ നിന്നും, അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ നിന്നും ഒരുപോലെ ബഹുമാനം ഏറ്റുവാങ്ങുന്ന ഒരാളാണ് അദ്ദേഹം. ഇനി ക്രിക്കറ്റിനും അപ്പുറം ഇമ്രാൻഖാൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ചാലഞ്ചിങ് പീരീഡിൽ മുന്നോട്ട് നയിച്ചിട്ടുള്ള ആളാണ്. പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനപ്പുറം അദ്ദേഹം തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉയർന്ന സ്ഥാനത്ത് എത്തിയിട്ടുള്ള ആളുമാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ച് വേണം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾക്കിടയിൽ പാലം പണിയുന്ന ഒന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഹിസ്റ്ററി ഷെയർ ചെയ്തിട്ടുണ്ട് കളിക്കളത്തിൽ. അത് തീർച്ചയായിട്ടും നിലനിൽക്കുക തന്നെ ചെയ്യും. റിവൽറി സ്റ്റംപ് എടുത്തു കഴിഞ്ഞാൽ, അന്നത്തെ മത്സരത്തിൻ്റെ സ്റ്റംപ്സിൻ്റെ സമയത്ത് റിവൽറി അവിടെ അവസാനിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ തുടങ്ങും. അവിടെ റെസ്പെക്റ്റും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇമ്രാൻഖാൻ എല്ലായ്പ്പോഴും ആ ഒരു സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ, ത്രൂ ഔട്ട് ഹിസ് കരിയർ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾ പാകിസ്ഥാൻ്റെ അതോറിറ്റീസിനോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം, പ്രിൻസിപ്പിൾ ഓഫ് ഡീസൻസി ആൻഡ് ജസ്റ്റിസ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ ഒരു അപ്പീൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സ്പോർട്സ്മാൻഷിപ്പിൻ്റെ ബേസിസിലും അതോടൊപ്പം കോമൺ ഹ്യൂമാനിറ്റിയുടെ, മനുഷ്യത്വപരമായിട്ടുള്ള കാര്യത്തിൻ്റെ ബേസിലുമാണ്. അല്ലാതെ ലീഗൽ പ്രൊസീഡിങ്സിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രജുഡിസുമില്ല, മുൻവിധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാരഥന്മാരായ ക്യാപ്റ്റന്മാർ ഇങ്ങനെ ഒരു അപ്പീൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ക്രിക്കറ്റ് ലോകം ഇന്ന് വലിയ രൂപത്തിൽ ഇമ്രാൻഖാന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് 28.